എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പം ഈ ആഴ്ചയുണ്ട് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് തന്നെയാണ്. ഞാൻ ഉള്ള സമയത്ത് ഞാൻ ഡയറക്ടർ ആകുമ്പോൾ അവിടെ റീഡർ ആയിരുന്ന ചാക്കോ ഇപ്പോൾ ഒരു കോളേജ് സെൻട്രൽ ഓഷ്യസിൽ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച എനിക്കൊരു ക്ലാസ് ഉണ്ട്, അത് ഓൺലൈനാണ്. വ്യാഴാഴ്ച ഇവിടെ തന്നെ 100-200 കിലോമീറ്റർ ദൂരമുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജ് ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ്സുകളുണ്ട്, എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്ന കാലത്തും കോവിഡ് കാലത്തും 100-ലധികം പ്രഭാഷണങ്ങൾ. ഇപ്പം CMS കോളേജ് ഓട്ടോണമസ് ആവുന്ന സമയത്ത് അവിടെ പോയി താമസിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്പ്യാർ BEd കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന സ്ഥലത്ത് ഞാൻ രാത്രി ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ താമസിച്ചിട്ട്, അവരുടെ കുട്ടികളുടെ കൂടെ താമസിച്ച് രാത്രി BEdന്റെ ഒരു ക്യാമ്പ് ഉണ്ടല്ലോ, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത കാലത്ത് തൃശ്ശൂർ BEd കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ വയനാട്ടിൽ പല സ്ഥലത്തും, ജലജ പിന്നെ ഇഗ്നൂലാണ്, ജലജയുടെ കോളേജ് അടിമാലിയിൽ. അവിടെ ഒരു പേപ്പർ തീർത്തു കൊടുക്കാൻ പോകാറുണ്ട് ഞാൻ. ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്ന കാലമുണ്ട്. അത് ഇടക്കിടക്ക് പോയിട്ട് തീർക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഡോക്ടർ TPS നടിച്ചാൽ കുറേ ക്ലാസ്സുകൾ കാണാം. അതിപ്പോൾ എഡ്യൂക്കേഷൻ ഡോക്ടർ TPS നടിച്ചാൽ ഇഷ്ടം പോലെ കാണാം. ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആയിരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് അക്കാഡമിക് സ്റ്റാഫ് കോളേജിലും കണ്ണൂർ അക്കാഡമിക് സ്റ്റാഫ് കോളേജിലും, പിന്നെ രണ്ടാമത് കണ്ണൂർ അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഡയറക്ടർ ആയിരുന്ന എൻ്റെ മരുമകനാണ്, പ്രൊഫസർ PT രവീന്ദ്രൻ. പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു, അടുത്ത കാലത്ത് മരിച്ചു. എൻ്റെ മരുമകനാണ്. അപ്പൊ കണ്ണൂരായതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കുറേ പ്രാവശ്യം പല ക്ലാസ്സുകൾക്കും പോകാറുണ്ട്. അപ്പൊ എഡ്യൂക്കേഷനായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത്, എൻ്റെ നാട്ടിലെ സ്കൂൾ ഞങ്ങളുടേതാണ്, മാനേജ്മെന്റ്. വീട്ടിലെല്ലാവരും മാഷന്മാരാണ്. പിന്നെ എൻ്റെ മൂത്ത ബ്രദർ പ്രൊഫസറായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിരുന്നു. യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ഏട്ടൻ്റെ താല്പര്യത്തിലാണ്. അപ്പോൾ എഡ്യൂക്കേഷനായിട്ടുള്ള ബന്ധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം സെനറ്റിലൊക്കെ ഉണ്ടായിരുന്നു, ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ളൊരു താല്പര്യം കൊണ്ട് എഡ്യൂക്കേഷനിൽ കുറേ ആലോചിക്കുകയും NEP വരുന്ന സമയത്ത് ഇത് ഇംപ്ലിമെന്റ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആവില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ പഞ്ചാബ് മുതൽ പിന്നെ തമിഴ്നാട് വരെയുള്ള പല സ്കൂൾസിലും ഞാൻ പോയിട്ടുണ്ട്. പ്രൈവറ്റ് സ്കൂൾസിന്റെ മിക്കവാറും, ഞാനിപ്പം ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷന്റെ നാഷണൽ ഒരു ഫോറം ഉണ്ട്, അതിനകത്ത് ഞാനാണ് റിസർച്ച് ആൻഡ് ഡയറക്ടർ. പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ ഫോറം എന്ന് പറഞ്ഞിട്ട് കൽക്കട്ട ബേസ്ഡ് ഒരു ഓർഗനൈസേഷൻ, അതിന്റെ ചാൻസലർ ഞാനാണ്. അപ്പോൾ കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത് കൊണ്ടും അവരുടെ താല്പര്യം കൊണ്ടും നമ്മൾ ഇതിനെ ആലോചിച്ചു, കുറേ ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. കാരണം LKG നഴ്സറി, ഇപ്പം ഇത്രയും കാലം നഴ്സറി ഫോർമൽ ആയിരുന്നില്ല. ഇപ്പൊ നഴ്സറിയും കൂടി ഫോർമലാക്കുക ചെയ്തത്. കാരണം നഴ്സറി എല്ലാ സ്കൂൾസിലും തുടങ്ങണം എന്ന് പറഞ്ഞു അവര്. വലിയൊരു സത്യമാണ് സർ. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ എന്നിട്ട് പറയാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ മുഴുവനും അങ്ങനെ ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്നില്ല, എന്നിട്ട് പഠിപ്പിക്കുന്നില്ല. ഈ എഡ്യൂക്കേഷൻ പറയുന്നത് അപ് ടു 7th ക്ലാസ് ഇൻഫോർമൽ ആവണം. പക്ഷെ ഇൻഫോർമൽ ആക്കാൻ പറ്റില്ല. ഇപ്പോഴും ടൈയും കോട്ടും ബൂട്ടും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പിള്ളേർ പോണത്. അപ്പൊ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ക്ലാസ് റൂമുകളിൽ ടീച്ചർമാർ നിന്നിട്ട് കുട്ടികൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ സീറ്റ് എന്ന് പറയുന്നത് ഒരു ഫീറ്റ് ഹൈറ്റാന്ന് വിചാരിക്കുക. നഴ്സറി LKG UKGയിലൊക്കെ 1 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ ബെഞ്ചോ ഡെസ്കോ ചെയറോ ഒക്കെ കൊടുക്കുന്നത്. അത് ഏത് ഹൈ പ്രൊഫൈൽ സ്കൂളായാലും ചെറിയ സീറ്റ് ഇൻഡിവിജ്വൽ ചെയർ ആണെങ്കിൽ അത് 1 ഫീറ്റ് ഹൈറ്റേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി ഇരുന്നാലേ ഒരു 1 ഫീറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ മാക്സിമം 2 ഫീറ്റിലാണ് ഒരു കുട്ടി നേരെ കാണുന്നത്. ഒരു ടീച്ചർ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ടീച്ചറുടെ ഏത് ഭാഗമാണ് സ്ഥിരമായിട്ട് കാണുക? അപ്പൊ ഞാൻ പറയണത്, ഇതാണോ ഒരു കുട്ടി രാവിലെ മുതൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കാണേണ്ടത്? ഞാൻ ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ചിന്തിക്കാതെയാണ്
നമുക്ക് ബി എഡിലൊക്കെ ക്ലാസ് റൂം അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതെ അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലയിടത്തും പഠിപ്പിക്കാറുള്ള ഒരാളാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇതെന്ത് മണ്ടത്തരാണ്. അതെ അതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ എങ്ങനെയാണ് ഒരു ഗ്രാൻഡ് മദർ വീട്ടിലിരിക്കുമ്പോൾ അമ്മ ഇരുന്നിട്ട് കുട്ടികൾ ചുറ്റും നടക്കുക ചെയ്യാം. അതെ അതുകൊണ്ട് ക്ലാസ്സുകളിൽ ഇത്തരം ഫർണിച്ചറുകൾ പാടില്ല. ഇരുന്നിട്ട് അതിന് ചുറ്റും കുട്ടികൾ കളിക്കുക വേണ്ടത്. അതിന് പറ്റുന്ന ക്രാഫ്റ്റുകൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളും ഒരാഴ്ചയൊക്കെ താമസിച്ച് കുട്ടികൾക്ക് വർക്ക്ഷോപ്പുകൾ നടത്തി അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പഠിപ്പിക്കാൻ നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ പോയ വഴിയിലൂടെ അല്ലാതെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോലും യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. അനുവദിക്കില്ല സർ, അതാണ്. അനുവാദത്വം ആവശ്യമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നത്. ഞാനൊക്കെ അക്കാഡമിക്സിൽ ഉണ്ടായിരുന്ന ആളാണ്. ഡയറക്ടറായിരുന്നു, അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അക്കാഡമിക്സിൽ കുറേ വർഷമായി ഞാൻ. അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പോൾ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. അതിന് എൻ്റെ പേര് തന്നെ TPS എന്നാണ്, ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എഡ്യൂട്രെയിൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി കുറേ കാലം മുമ്പ്, എത്രയോ 10-20 വർഷം മുമ്പ് ദോഹയിലൊക്കെ പോയിട്ട് ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെ LKG കുട്ടികളെ, അന്ന് അവർ തുടങ്ങിയിട്ട് 4ാം ക്ലാസ് വരെ ഉള്ളൂ ആ ഒരു സ്കൂൾ, ഒയാസിസ് എന്ന് പറയുന്നൊരു സ്കൂളിൽ പോയ സമയത്ത് എങ്ങനെ കുട്ടികളുമായിട്ട് നിങ്ങൾ കളിക്കാം എന്ന് പറഞ്ഞു കൊടുത്താലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് മാനേജ്മെൻറ്റ് വേണം, പിന്നെ അഡ്മിനിസ്ട്രേഷൻ അതിന് ടീച്ചേഴ്സ് ക്രിയേറ്റീവ് ആവണം. ക്രിയേറ്റീവ് അല്ലാത്ത ടീച്ചേഴ്സിന് ഒരിക്കലും ഇത്തരം പദ്ധതികൾ നടത്താൻ പറ്റില്ല. അവർക്ക് സിലബസ് തീർക്കുക, വളരെ നോർമലായിട്ട് ചെയ്യുക. അപ്പം അത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ക്ലാസ് റൂം മാറാത്തതെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ് ക്രിയേറ്റീവ് അല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. അല്ല, പക്ഷെ അവരെ ക്രിയേറ്റീവ് ആക്കാൻ സാധിച്ചാലും അതിനുള്ള ശ്രമം ഉണ്ടായാലും അത് ഏറ്റെടുക്കാൻ പറ്റണ്ടേ അവർക്ക്. നമ്മൾ നെഗറ്റീവുകൾ നമ്മൾ സാധാരണ ഞാനൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആദ്യം ഇൻറ്റൻഷനാണ്. അല്ല, അത് പലരുടെയും കുഴപ്പമാണ്. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ആദ്യം ആലോചിക്കുക എനിക്കിന്നത് വേണം. അത് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി. അത് ആദ്യം തന്നെ നെഗറ്റീവ് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ താല്പര്യമില്ല എന്നാണ്. അതുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡ് മാത്രം ഉണ്ടായ ഒരു കാര്യം പെർഫോം ചെയ്യാൻ പറ്റില്ല. ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് പാർട്ടാണ്. അത് ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഞാൻ പാലക്കാട് ചെയ്തത്. ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹം ഒരു 13 മണിക്കൂറാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഒരു പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാനാണ്. ചീഫ് മിനിസ്റ്റർ പോലും അപ്പോയിൻമെൻ്റ് എടുത്താലേ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ. സ്വന്തം ഫ്ലൈറ്റുള്ള ഒരാളാണ്, ഒമാനി സിറ്റിസൺ ആണ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ആണ്. അദ്ദേഹവും ഞാനും 13 മണിക്കൂറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത്രയും സമയം ഒരു ബിസിനസ് മാൻ ചിലവാക്കണമെങ്കിൽ അയാൾക്ക് കൺസെപ്റ്റിൽ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്, ഞാൻ ചെയ്യുന്നതിൽ ഒരു കാര്യത്തിലും ഇടപെടില്ല, കാശ് മാത്രം നിങ്ങൾ തരും, ഐഡിയ എൻ്റെത്. 45 കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും 8ാം ക്ലാസ് പഠിക്കുന്നവരെ സെലക്ട് ചെയ്തിട്ട് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ ആദ്യം ഗോവയിലാണ് 3 ദിവസം കൊണ്ടുപോയത്. കാരണം PNC മേനോൻ്റെ കാശ് അവർക്ക് ഗോവ ഇതുവരെ കണ്ടിട്ടില്ല, അവരെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഗോവയിൽ പോയപ്പോഴും പറഞ്ഞു, എൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് തുടങ്ങിയത് ഗോവയിൽ വെച്ചാണ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പറയാനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും സ്കൂളിൽ അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കില്ല. പക്ഷെ ഒരാളുണ്ട് കാശ് മുടക്കാൻ, ഐഡിയ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ്. ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവരെ കൃത്യമായിട്ട് അത്തരം ഐക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്, നെറ്റിൽ നോക്കിയാൽ കാണാം, ICON, ഐക്കോൺ ഡോക്ടർ TPS. അതൊരു എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞ് ആ കുട്ടികൾ ഒന്നിനും കൊള്ളില്ല എന്ന് ടീച്ചേഴ്സും പാരൻസും നാട്ടുകാരും ഒക്കെ പറഞ്ഞ്, മിക്കവാറും കുട്ടികൾ സിംഗിൾ പാരൻ്റാണ്. കാരണം ഹസ്ബൻഡ് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും, കള്ളു കുടിച്ചിട്ടുണ്ടാവും, ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട് വിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫുള്ള കുട്ടികളെ അവരെ
എല്ലാവരും ഉപേക്ഷിച്ച കുട്ടികളെയാണ് ഞാൻ 45 ഗേൾസിനെയും ബോയ്സിനെയും ഏറ്റെടുത്തത്. അതിൽ 37 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ ആയി പാസ്സായി 10ാം ക്ലാസ്സിൽ. 12ാം ക്ലാസ്സിലും അതുപോലെ തന്നെ. അവരിൽ പലരും മാസ്റ്റേഴ്സ് എടുത്തു, PhD എടുത്ത കുട്ടികളുണ്ട്. അവരെ അങ്ങനെയാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് എൻ്റെ കോൺഫിഡൻസ്. അത് ഞാൻ പറയുന്നത്, അങ്ങനെയാണ് അവരെ നന്നാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല എന്ന് പറയുമ്പോഴാണ് നമുക്കതിന്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് തന്നെ എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞത് മോശം യൂണിവേഴ്സിറ്റി അവിടെ പോകേണ്ടതാണ്. കാരണം ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സയൻറ്റിസ്റ്റായിട്ടിരിക്കുമ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഗാർഡൻ്റെ ബഡ്ജറ്റ് പോലും 5 ലക്ഷം റുപ്യ ആയിരിക്കും. എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പണിയെടുക്കാനും കൂടെ. എൻ്റെ എല്ലാ റൂമുകളും എയർ കണ്ടീഷൻഡാണ്. ആ സ്ഥിതിയിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ദുർഘടം പിടിച്ച സ്ഥാനത്ത് വരുമ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞത് പോണ്ട, അത് മഹാമോശം സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, മോശം സ്ഥലമാണെങ്കിൽ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. മോശമാണെങ്കിലല്ലേ നന്നാക്കാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല സ്ഥലത്ത് ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചാലഞ്ച് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ജീവിക്കണ സമയത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ പണിക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ആൾക്കാർ, ഇപ്പം ഈ കഴിഞ്ഞ 3 മാസത്തിൽ കേരളത്തിൽ നിന്ന് എനിക്ക് വന്ന ടെലിഫോൺ കോളുകൾ, ഞാനിപ്പം മീനിയോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു 20 മിനിറ്റിൽ അധികമായിട്ടുണ്ടാവും. രാത്രി 2 മണിക്ക് പാരൻസ് വിളിക്കും ചിലപ്പോൾ എന്നെ. നാളെ എൻ്റെ മോനെ ബിടെക്കിന് ഇലക്ട്രിക്കൽ ആണോ സെലക്ട് ചെയ്യേണ്ടത്, ഇലക്ട്രോണിക്സ് ആണോ? കാരണം ഞാൻ സബ്ജക്റ്റ് ടെക്നിക്കലാണ്. ഞാൻ മാത്തമാറ്റീഷ്യനാണ്, സ്പേസ് സയൻറ്റിസ്റ്റാണ്, കമ്പ്യൂട്ടറാണ്, എല്ലാ അഡ്വാൻസ്ഡ് നോളജും അറിയുന്ന ഒരാളാണ്. ആ സബ്ജക്റ്റിലാണ് വർക്ക് ചെയ്തതും. അങ്ങനെ ആ അവസ്ഥയിൽ നമ്മളൊരാൾ ചോദിക്കുന്ന സമയത്ത് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1500ഓളം കോളുകൾ, അതിലൊരു 10-30 കോളുകൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടാവും യൂട്യൂബിൽ. അത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ വിളിക്കുന്നത്. ഈ പറയുന്ന കോളും ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ. എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, ഞാൻ പോയാലും ഈ പറഞ്ഞ കൺസെപ്റ്റുകളും ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ ചിലർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരത് ഏറ്റെടുത്തോളും. അപ്പം ഞാൻ ചെയ്യുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു 10 പേര് റെഡിയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും, ഒരാഴ്ച താമസിക്കും. ഇപ്പോൾ ഒരു കോൺഫറൻസിന് പോയി അവിടെ ഒരു ടീച്ചർ പറയുകയാണ് എൻ്റെ കുട്ടികളെ നന്നാക്കണം, 5 ദിവസം നിങ്ങൾ റെഡിയാണോ? ഞാൻ വരാമെന്ന് പറയും. അല്ലാണ്ട് 1 മണിക്കൂർ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ പോയിട്ടൊരു കാര്യമില്ല. അവരെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ മാത്സ് പഠിക്കണം, എങ്ങനെ ഫിസിക്സ് പഠിക്കണം, എങ്ങനെ കെമിസ്ട്രി പഠിക്കണം, ഓരോ വിഷയങ്ങളിലും ഓരോ ചാപ്റ്റർ എടുത്തിട്ട് അവർക്ക് എക്സാമ്പിളായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ലേൺ ടു ടീച്ച് എന്നാണ്. ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ ലേൺ ടു ടീച്ച്, ലേൺ ടു. അപ്പോൾ അതിൽ ഇപ്രാവശ്യം പോയ സമയത്ത് ഹിന്ദിയിൽ നിങ്ങളെന്താ ഹിന്ദി ഒന്നും ചോദിക്കായിരുന്നു ചോദിച്ച സമയത്ത് ആരും ഹിന്ദി ചോദിച്ചില്ല പഠിപ്പിക്കണമെന്ന്. അപ്പം ഞാൻ 4-5 കുട്ടികൾ എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ടാവും അതിന് മുമ്പേ, അവിടെ എത്തുന്നതിന് മുമ്പേ. അപ്പോൾ അവരിൽ 4-5 പിള്ളേർ റെഡിയാണെന്ന് പറഞ്ഞാൽ അവരെ ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഒരു ഡ്രാമയാക്കിയിട്ട് മാറ്റാൻ പറഞ്ഞു. അവർ സീക്രട്ടായിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഹിന്ദി, ആ ഗ്രൂപ്പ് വന്നിട്ട് ഡ്രാമ, ഒരു ചാപ്റ്റർ തീർത്തത് 20 മിനിറ്റിൻ്റെ ഒരു ഡ്രാമ ഉണ്ടാകും. പിള്ളേരൊക്കെ ഡയലോഗ് ബൈ ഹാർട്ട് ഓടിച്ചു. കാരണം ഞാൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ ഇരിക്കുന്ന കുട്ടികളിൽ ആരെ വിളിച്ചിട്ടും ഈ 4 കുട്ടികളുടെ ഡ്രാമയിൽ ഒരു പാർട്ട് എടുക്കാൻ പറഞ്ഞാൽ അവരെ ഞാൻ ആക്ടേഴ്സ് ആക്കിയിട്ട് മാറ്റും. എല്ലാവരും എല്ലാ ഡയലോഗും ബൈ ഹാർട്ട് പഠിച്ചോളണം. അപ്പോൾ അവർ ഈ ഒരു ഡ്രാമ കാണുമ്പോൾ വെറുതെ കാണുകയല്ല ചെയ്യണത്, അത് ശരിക്കും മനസ്സിൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൽ ആക്കി പഠിക്കുക എന്നാണ് ഞാൻ പറയാം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചാൽ മതി. അത് പറ്റാത്തതുകൊണ്ടാണ് കുഴപ്പം. അതെന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് മനസ്സിൽ ആക്കിയിട്ടല്ല പഠിപ്പിക്കുന്നത്, അവർ ബുദ്ധിയിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും സാർ ഞാനെപ്പോഴും ചിന്തിക്കാറുള്ള ഒരു എന്താ പറയാ, നമ്മളങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികളെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 15 വർഷം നമ്മൾ അധ്യാപകരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ആ 15 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് പറയാണ് ആ കുട്ടിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അത്
കുട്ടി കളിച്ചിട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഉത്തരവാദിത്വം അല്ല, അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ സാധാരണ 2 സ്ഥലത്താണ് ടെസ്റ്റും എക്സാമിനേഷനും നടത്തുന്നത്. എക്സാമിനേഷനും ടെസ്റ്റും 2 പ്രൊഫഷനിലുണ്ട്. ഒന്ന് ടീച്ചിങ്ങിൽ, മറ്റൊന്നുള്ളത് ഡോക്ടേഴ്സാണ്, മെഡിക്കൽ ഡോക്ടേഴ്സ്. അവരും ടെസ്റ്റ് നടത്തും. ഇപ്പം ടെസ്റ്റാണ്. പനി വന്നു കഴിഞ്ഞാൽ യൂറിൻ എക്സാമിനേഷൻ, അല്ലെങ്കിൽ ബ്ലഡ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് തന്നെ പറയാം. അതെ. ആ ഡോക്ടേഴ്സ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരാമീറ്റർ കുറവുണ്ടെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ എൻ്റെ മാത്സിൽ കുറച്ച് മാർക്ക് കുറവുണ്ട്, കെമിസ്ട്രിയിൽ മാർക്ക് കുറവുണ്ടെന്ന് നമ്മൾ പരീക്ഷ നടത്തുന്ന പോലെ. അതെ. സൾഫറിൽ കുറവുണ്ട്, അല്ലെങ്കിൽ കാൽഷ്യം കുറവാണെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് അവരെ നന്നാക്കിയെടുത്ത് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് നടത്തിയിട്ടാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുക. അതെ. എഡ്യൂക്കേഷനിൽ മാത്രം എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ LKGയിലുള്ള ഡിസീസും UKGയിലുള്ള ഡിസീസും 1ാം ക്ലാസ്സിലുള്ള ഡിസീസും എല്ലാം കൂട്ടി പ്രൊമോട്ട് ചെയ്ത് ഒരു വാർഡിൽ നിന്ന് മറ്റേ വാർഡിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റുന്ന പോലെയാണ്. ഒന്നും ചികിത്സിച്ച് മാറ്റാതെയാണ് 10ാം ക്ലാസ് എത്തുമ്പോൾ എത്തുന്നത്. അങ്ങനെ പുറത്തു പോയിട്ടുള്ള ഗ്രൂപ്പാണ് ഇന്ന് ടീച്ചേഴ്സായി മാറുന്നത്. അതാണ്. അത് ഇപ്പം ഞാൻ പാലക്കാട് ആദ്യമായിട്ട് 26 ഹെഡ് മിസ്റ്റേഴ്സിനാണ് ക്ലാസ് എടുത്തത്. ഏത് സ്കൂൾ സെലക്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആദ്യം ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ. ഏത് സ്ഥലത്ത് നടത്തണം, ഏത് സ്കൂളിലെ പിള്ളേരെ നടത്തണം, ഏത് ടീച്ചേഴ്സിനാണ് ഓറിയൻറ്റേഷൻ ഉള്ളത്, അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലക്കാട് ഒരു 26 ടീച്ചേഴ്സിനടക്കം, അല്ലെങ്കിൽ ആരെയൊക്കെ ഇതിനകത്ത് ഭാഗമാക്കണം എന്നൊക്കെയുള്ളൊരു എക്സ്പെരിമെൻ്റ്. എന്താ ചെയ്യേണ്ടെന്നൊരു രൂപമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന കാലത്താണ് പ്രിൻസിപ്പൽമാർക്കൊക്കെ എന്ത് ഐഡിയ ഉണ്ട്, അവർക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ നന്നാക്കുന്നത്, അവർക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽമാരുടെ ഒരു ക്ലാസ്, ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് എക്സ്റ്റംബർ സ്പീച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എഴുതി തരാൻ പറഞ്ഞു. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ എല്ലാവരും എഴുതുന്നത് മിക്കവാറും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അവരറിഞ്ഞില്ല ഞാൻ അത് തന്നെ അവർക്ക് കൊടുത്ത് അവരോട് പറയാൻ പറയുന്നു. കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ഇതേ ടോപ്പിക് അതേ ടീച്ചറോട് പറഞ്ഞാൽ ആ ടീച്ചർ പറയും എനിക്ക് പറ്റില്ല എന്ന്. എന്നുവെച്ചാൽ അവനവന് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ട്. ചെയ്യിപ്പിക്കാം. അതെ. ഈ 26ഓളം ടീച്ചേഴ്സ്, 26 23 എനിക്ക് ഓർമ്മയില്ല, ആ ടീച്ചേഴ്സിൽ 17 പേരുടെ എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഇവരാണ് ഹെഡ് മിസ്ട്രസ്സോ ഹെഡ് മാസ്റ്റേഴ്സോ ആയിട്ടിരിക്കുന്നവർ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ സ്പെല്ലിങ് പോലും അറിയാത്തവർക്ക് ടീച്ചറായിട്ട് മാറാം. A+ അവാർഡ് കൊടുക്കാൻ പല സ്ഥലത്തും എന്നെ വിളിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ ഒരു കുട്ടിയോട് സർക്കിളിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ SIRKLE എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുട്ടിക്കും കേരളത്തിൽ A+ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥിതി. പലപ്പോഴും നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തെ കുറ്റം പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷേ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പം ഇതിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ പറ്റാത്തത് കൊണ്ടല്ല, താല്പര്യമുള്ള ഒരു 10 പാരൻസ് ഉണ്ടെങ്കിൽ, ഒരു 10 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, 10 കുട്ടികളുണ്ടെങ്കിൽ അവരെ ജമ്മാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നുള്ള എൻ്റെ സിദ്ധാന്തം. അത് കേരളത്തിൽ വിശേഷിയേ പറ്റും, പക്ഷേ അതിന് കുറച്ച് മനക്കെടണം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങുകളും. എൻ്റെ ഒരു പഴയ പുരാതനമായ വീടുണ്ട് കണ്ണൂർ, 100-200 വർഷം പഴക്കമുള്ള. അതിൻ്റെ പേര് ജ്ഞാനം എന്നാണ്. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ TPS അടിച്ച 3 വീട് കാണാം. ഒന്ന് ഹൈദരാബാദിൽ, ഒന്ന് ഇരിങ്ങാലക്കുട, മറ്റൊന്ന് എൻ്റെ ഗ്രാമം നടുവിൽ തളിപ്പറമ്പിനടുത്ത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. തളിപ്പറമ്പിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരെ. അപ്പോൾ അവിടെ ജ്ഞാനം എന്നുള്ള വീട്ടിൽ ഞാൻ ചെയ്യുന്നത് ഇത്തരം കുറേ 10 ദിവസത്തെ ക്യാമ്പുകളാണ്. 2013 മുതൽ 18 വരെ 45-46ഓളം ക്യാമ്പുകൾ, ഏകദേശം 1200ഓളം കുട്ടികൾ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം കോവിഡ് വന്നപ്പോൾ നിർത്തി. പിന്നെ ഞാൻ അമേരിക്കയിലായിരുന്നു 2 പ്രാവശ്യം വെക്കേഷൻ സമയത്തൊക്കെ, അപ്പോൾ നടത്താൻ പറ്റില്ല. പിന്നെ കോവിഡ് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റും മാറി. കഴിഞ്ഞ വർഷവും എന്ന് വെച്ചാൽ ഈ 2024 ജനുവരിയിലും അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് പേരും കേരളത്തിൽ നിന്നുള്ള കുറച്ച് പേരൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായെന്ന് തോന്നിയാൽ അപ്പോൾ ആ ഗ്രൂപ്പ് റെഡിയാണെങ്കിൽ നാട്ടിൽ വരും, താമസിക്കും, അവരുടെ കൂടെ എഡ്യൂക്കേഷനുമായിട്ടുള്ള റിലേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ള പതിവ്.
അപ്പോൾ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ടോ മാർഗമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ പ്രാബല്യത്തിൽ വരുത്താൻ വലിയ താല്പര്യമുള്ളവരൊക്കെ വളരെ ചുരുക്കമാണ് കണ്ടിട്ടുള്ളത്. അല്ല, എനിക്ക് നിർബന്ധമില്ല അങ്ങനെ. ഇപ്പം എല്ലാവരും എല്ലാം ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ശരിക്കും അങ്ങനത്തെ തോട്ടുകളിലൊക്കെ ഉള്ള സ്ഥലങ്ങളെ കുട്ടികൾ ചെല്ലുക, ചെന്നെത്തിക്കൂടെ അവരങ്ങനത്തെ ക്ലാസ്സുകളെ അല്ല, അങ്ങനെ നന്നായിട്ടുള്ള കുറേ പേരുണ്ട് പല സ്ഥലത്തും എത്തിയിട്ടുള്ള. മാറ്റം ഉണ്ടാക്കും. അല്ല, ഇപ്പം എൻ്റെ കുട്ടികൾ തന്നെ അമേരിക്കയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ അവാർഡുകളൊക്കെ മേടിച്ച് നല്ല ശമ്പളത്തോടു കൂടി അവിടേക്ക് എത്തി. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നൊക്കെ എത്രയോ കുട്ടികൾ വന്ന് എൻ്റെ കൂട്ടം നാട്ടിൽ താമസിച്ചിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും, മലപ്പുറം, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, യൂറോപ്പിൽ നിന്ന് വന്നിട്ട് പിള്ളേർ താമസിച്ചിട്ടുണ്ട്. മിക്കവാറും കുട്ടികൾ ഗൾഫിൽ നിന്നുള്ള കുറേ കുട്ടികൾ. ഗൾഫിലെ എല്ലാ സ്കൂൾസിലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗൾഫിൽ ഞാൻ പോവാത്ത സ്കൂൾസോ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാത്ത സ്ഥലവും ഇല്ല.